ഹലോ. ഇന്ന് കാലത്ത് എന്തെന്നില്ലാത്തൊരു ദേഷ്യം വരുന്നു കേട്ടോ. എന്താ കാരണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയണത് പോലെ ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ആയിരിക്കാം. പാവപ്പെട്ട എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കഴുത്തേക്ക് കയറുന്ന നേരത്തിന് ഞാൻ ഓർത്തു അന്ന് ഇടിയപ്പം ഉണ്ടാക്കാം. അതാകുമ്പോൾ അതിനെ ഇടിച്ചും പിഴിഞ്ഞുമൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടുമല്ലോ. പക്ഷേ ഒരു ഗുണമുണ്ടായി. ആ ദേഷ്യം മുഴുവൻ ഞാൻ ഇടിയപ്പത്തിനോട് തീർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇടിയപ്പം എനിക്ക് കിട്ടിയിട്ടാണ്. എനിക്ക് നേരത്തെ ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ 2 ദിവസത്തേക്ക് പിന്നെ ആ കൈ അനക്കാൻ പറ്റില്ല. അത്രയും ഭയങ്കര പാടാണ് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ യൂട്യൂബെല്ലാം നോക്കിയിട്ട് നമ്മളിങ്ങനെ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ, മറ്റേ പാനിലിട്ട് വെള്ളവും മാവും ഒക്കെ ഒരുമിച്ചെടുത്ത് നമ്മളിങ്ങനെ കുഴച്ച് മാവ് ഇങ്ങനെ കട്ടിയാക്കി എടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. 1-2 തവണ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് 3-ാമത്തെ തവണ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു, ഇനി മേലെ നീ വീട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന്. അതോടുകൂടി ഞാൻ ആ പണി അങ്ങ് നിർത്തി. പക്ഷേ എന്നാലും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കണ്ടേന്ന് കരുതി ഞാൻ പിന്നെ ഇടയ്ക്ക് പയ്യനെ വെള്ളമൊക്കെ നോക്കിയൊക്കെ ചേർത്ത് ഒരു വിധമൊക്കെ ഉണ്ടാക്കി. ഇപ്പം ഞാനൊരു ഇടിയപ്പം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇപ്പം ഉണ്ടാക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇടിയപ്പത്തിൻ്റെ കഥ ഇതാണ്. എന്തായാലും ഇടിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ അതിനെടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇടിയപ്പം തേങ്ങാപ്പാലും. പക്ഷേ ഉണ്ടാക്കാനായിട്ട് കുറച്ച് മടിയുള്ളൊരു കാര്യമാണ്. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് വേണം. അങ്ങനെ ഞങ്ങൾ കാലത്തേന്ന് തന്നെ ഇടിയപ്പവും തേങ്ങാപ്പാലും ഒക്കെ കഴിച്ചു. ഇടിയപ്പത്തിന് എന്താ ഇവിടെ തേങ്ങാപ്പീര ഇടാറില്ല എന്ന് ആലോചിക്കുന്നുണ്ടാവും. ഞാൻ ഇടാറില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, മിക്കപ്പോഴും നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇടിയപ്പം കഴിക്കാറുള്ളത്. ഇപ്പോൾ കറി ഉണ്ടെങ്കിൽ കൂടി നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കും. എനിക്ക് തേങ്ങാപ്പാലിട്ട് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, ഇടിയപ്പത്തിൽ നമ്മൾ തേങ്ങാപ്പീര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൊച്ചിനെ കഴിക്കാൻ പറ്റില്ല, അവനെ തൊണ്ടയിൽ കെട്ടും ഈ തേങ്ങാപ്പീര. അപ്പോൾ അതുകൊണ്ടിട്ട് മാക്സിമം നമ്മൾ ഇടാറില്ല അങ്ങനെ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനോ മറക്കരുത് കേട്ടോ.